സർ, കഴിഞ്ഞ ദിവസം വളരെ സന്തോഷകരമായൊരു ന്യൂസായിരുന്നു. നമ്മുടെ പ്രശസ്ത നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടുന്നു. ജൂൺ 23-ാം തീയതിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുടുംബ ഫോട്ടോയൊക്കെ നമ്മുടെ ആരാധ്യനായ നരേന്ദ്രമോദിജിയായിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു. ഇനിയും മമ്മൂട്ടി BJP-യിലേക്ക് പോവോ സാറിൻ്റെ? മമ്മൂട്ടി BJP ആയി. മമ്മൂട്ടി ചാണകത്തിൽ ചവിട്ടി കേട്ടോ. ഇവിടുത്തെ ഈ എന്താ പറയുന്ന ഈ സുടുക്കളോ അങ്ങനെയൊക്കെ എന്താണ്ട് പറയുമല്ലോ, അവരുടെയൊക്കെ ഒരു അഭിപ്രായം അനുസരിച്ച് മമ്മൂട്ടി ചാണകത്തിൽ ചവിട്ടി, ദുൽഖർ സൽമാനെ ഒക്കെ ചാണകത്തിൽ വീണു, കുടുംബമായിട്ട് ചാണകത്തിൽ വീണു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് വരേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം നിർഭാഗ്യവശാൽ ഇതുവരെ മമ്മൂട്ടിയുടെ അങ്ങനെ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഇവരുടെ ഫാൻസോ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നവരോ ഒന്നും പറഞ്ഞു കേട്ടില്ല. കാരണം ഇദ്ദേഹം ഒരു പക്ഷേ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വന്നപ്പോൾ വലിയൊരു വാർത്ത ഉണ്ടാക്കി. മമ്മൂട്ടി എല്ലാവരും ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നിരന്ന് നിന്നപ്പോൾ മമ്മൂട്ടി മാത്രം നമ്മുടെ പ്രധാനമന്ത്രി വന്നപ്പോൾ തൊഴുതില്ല, പുള്ളി മസിലും പിടിച്ചൊക്കെ നിന്നു. കണ്ടോ, ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തൻ്റെ ഇടം. മോദിയെ കണ്ണൊക്കെ ചരിച്ചില്ല, കുറെ കൈയും കെട്ടി നിന്നു. ശരിക്കും പറഞ്ഞാൽ മോദിയെ കണ്ടപ്പോൾ പുള്ളി തൊഴുതു. അതിനെ ഡീറ്റെയിൽ ആയിട്ട് പുള്ളി കാണിക്കുന്നുണ്ട്. കാരണം അതല്ലാത്തൊരു ഫോട്ടോ എടുത്തിട്ടാണ് ഈ പറഞ്ഞത്. മോദി കണ്ടായിരുന്നു. ആരെയായാലും അംഗീകരിക്കുന്ന ആളൊന്നും അല്ല മമ്മൂട്ടി. അപ്പം ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം BJP-കാരനായതുകൊണ്ടോ RSS-കാരനായതുകൊണ്ടോ ഇവിടുത്തെ ആൾക്കാർ എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എവിടൊക്കെ അവഹേളിക്കാമോ അല്ലെങ്കിൽ മോശമാക്കാമോ, അത്തരത്തിൽ വർത്തമാനം പറയാമോ, അവരൊക്കെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവി അംഗീകരിക്കാൻ അർഹതയുള്ളവർ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കുറെ ആൾക്കാർ സംസാരിക്കുന്നത്. ഏതായാലും അതൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഈ പറഞ്ഞതുപോലെ KT ജലീൽ പത്മഭൂഷൺ കിട്ടി. അതിൻ്റെ കൂടെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടി. ഈ പറയുന്ന മമ്മൂട്ടിക്കും കിട്ടി. വളരെ കൂടുതൽ ആൾക്കാർ നേരത്തെ കിട്ടിയതാണ്, അനൗൺസ് ചെയ്തതാണ്. ഇന്നലെയാണ് ഇത് വിതരണം ചെയ്തത്. രാഷ്ട്രപതി ഭവനിലാണ് വിതരണം ചെയ്തത്. അപ്പോൾ മമ്മൂട്ടിയുടെ ഞാൻ ഈ വാർത്തയ്ക്ക് ശേഷം പരിശോധിച്ചപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെന്നിട്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ തൊഴുന്നു, വേദിയിൽ തൊഴുന്നു, വളരെ ഇഷ്ടത്തോടു കൂടിയത് എന്ന് വെച്ചാൽ നിറഞ്ഞ് മേടിക്കുന്ന ആൾക്കാർ അവർ എന്നെ ഇങ്ങനെ പരിഗണിച്ചല്ലോ, അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. ഇതിനകത്ത് കയറിയിരിക്കുന്ന VIP-കൾ മാത്രമല്ലേ കയറാൻ പറ്റൂ, അല്ലെങ്കിൽ ഇത്ര പേർക്കല്ലേ ചെല്ലാൻ പറ്റൂ. അപ്പം അയാളുടെ മകൻ ഇത് കണ്ടപ്പം ഇവിടെ കൈയടിക്കുന്ന ഇതൊന്നുമില്ല, കൈയടിക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് അവിടെ ഒത്തിരി പേർക്ക് ഇതുപോലെ വിതരണം ചെയ്തു. അപ്പം അതിനുശേഷം ഇപ്പം മമ്മൂട്ടിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ കാണണമെന്നൊന്നും ഇല്ലല്ലോ. പ്രധാനമന്ത്രിയെ കാണുന്നത് BJP-ക്കാരും അല്ലെങ്കിൽ ചാണകത്തെ ചവിട്ടുന്നവരും ഒക്കെ ആണെന്നല്ല ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം. അദ്ദേഹം പോയി കുടുംബമായിട്ട്, അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു, അപ്പൊ മരുമകളുണ്ടായിരുന്നു. അപ്പൊ കുടുംബമായിട്ട്. അപ്പൊ മാത്രമല്ല അതിനകത്ത് അദ്ദേഹത്തിന് കാണണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെന്നില്ലേ കയറി നമ്മളില്ലേ തട്ടുകട കയറി ദോശ കഴിക്കുന്ന കഴിക്കാൻ പറ്റുന്ന ഒരു ഇടമൊന്നും അല്ലല്ലോ. പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയെ അനുമതി കൊടുക്കണം. പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾക്ക് അതിന് സമയം ഉണ്ടാകണം. അദ്ദേഹത്തിന്റെ ഓരോ മിനിറ്റും എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതായിരിക്കും, വാല്യുബിളാണ്. അപ്പോൾ ഇദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മമ്മൂട്ടിയൊന്നും പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ മോശക്കാരനാണെന്നല്ല, വലിയ ആളൊന്നും ഇല്ലല്ലോ. ലോക നിലവാരത്തിൽ ലോകത്തെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ ഇപ്പം ഒന്നാമത് നിൽക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി. നമുക്ക് കണ്ടിന്യൂസ് ഒക്കെ മിലേനിയ എന്നൊക്കെ പറയുന്ന സ്ത്രീയൊക്കെ നരേന്ദ്രമോദിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർ ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഇദ്ദേഹം ഓരോ രാജ്യത്ത് ചെല്ലാനും വേണ്ടി കാണിക്കുന്ന ഒരു തത്രപ്പാട് അത്രയ്ക്ക് വലിയ വലിപ്പത്തിലുള്ള. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഈ ഒരു പാർലെ മുട്ടായിയുടെ മോദിക്ക് കൊടുത്തായിരുന്നു. അതിന്റെ കഥ കേട്ടായിരുന്നു. മോദിക്ക് കൊടുത്തതിന് ശേഷം ഈ പാർലെ മുട്ടായി മൊത്തം സ്റ്റോക്കും തീർന്നു. അപ്പൊ ഇയാൾ എന്തോ ബ്രാൻഡ് എന്നാലോചിച്ചു. നമ്മളൊരു കാര്യം ചോദിച്ചു, പണ്ട് ഈ റൊണാൾഡോ എന്ന് പറഞ്ഞ കളിക്കാനല്ലേ അയാള് ഈ പെപ്സിയുടെ മുമ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. അന്ന് പെപ്സിയുടെ മൊത്തം ഏതാണ്ട് കോടാനുകോടി രൂപയുടെ ഇടിഞ്ഞുപോയി അതിന്റെ ഷെയർ. എന്ന് പറഞ്ഞാൽ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള് പാർലമെന്റ് സാധാരണ മുട്ടായി. അന്നേരം അവരത് മോദിക്ക് ഇത് പേരിന്റെ അനുസരിച്ച് അവിടുത്തെ ഭരണാധികാരികളുടെ ഇദ്ദേഹത്തിന്റെ കൂടെ പേര് വരുന്ന രീതിയിലേക്കുള്ള ഒരു മുട്ടായി എന്ന് പറഞ്ഞാൽ ആ മുട്ടായി പിന്നെ ലോകത്തെവിടെയും 2-3 ദിവസം കഴിഞ്ഞ് കിട്ടാനില്ല. കാരണം അവരെ കിട്ടാൻ ഈ അവരുടെ സ്റ്റോക്ക് മൊത്തം തീർന്നു.
അത്രയ്ക്ക് വലിയൊരു ബ്രാൻഡ്, അത്രയ്ക്ക് വാല്യുബിൾ പേഴ്സൺ ആണ് ആ മനുഷ്യന്റെ കാര്യം. ഞാൻ പറഞ്ഞു വാല്യുബിൾ. നേരത്തെ നമ്മുടെ ഇദ്ദേഹം ഈ മാലിദ്വീപ്സിന്റെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലേ, മുഹമ്മദ് മുൻസി അല്ലെ, അങ്ങനെ അദ്ദേഹം ഈ ചൈനയുമായിട്ടൊക്കെ കൂടെ നിന്നിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥ വന്നു. അയാൾ അന്ന് അധികാരത്തിൽ വരുന്നത് തന്നെ ഇന്ത്യയും പ്രധാന ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുള്ള ടീഷർട്ടും ഒക്കെ ഇട്ടുണ്ട്. ഏതായാലും വന്നു അതിന് ശേഷം ഇദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു, ഇന്ത്യക്ക് ഗുണമല്ലാത്ത രീതിയിൽ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാര്യം വന്നപ്പം ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദി നമ്മുടെ ഈ ലക്ഷദ്വീപിന്റെ ആ കടൽ തീരത്തുകൂടെ ഒന്ന് നടന്നു, ഒരു കസേര എടുത്തിട്ട് അവിടെ ഇരുന്നു. ഈ മാലദ്വീപ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തെ പലത്തു നിന്ന് ടൂറിസ്റ്റുകൾ പോയിട്ട് ജീവിക്കുന്ന, അതിന്റെ കാശുകൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യം തീർന്നുപോയി. അവസാനം ഇവിടെ വന്ന് നമ്മുടെ നരേന്ദ്രമോദി നിന്ന് കണ്ട് കണ്ട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് 28 ഇടത്ത് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആ ദ്വീപിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതേ രീതിയിലേക്കുള്ള ഒരു ബ്രാൻഡാണ് ഇയാൾ ഈ പറഞ്ഞ. അപ്പം അദ്ദേഹം ഇന്നലെ അതിന് ശേഷം നമ്മൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, മമ്മൂട്ടി അദ്ദേഹത്തിന് പുരസ്കാരം വാങ്ങിക്കുന്ന ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടു. അതിനുശേഷം ഈ പറയുന്ന നരേന്ദ്രമോദി ഈ ഫേസ്ബുക്ക് 2 ലക്ഷം പേര് ലൈക്ക് ചെയ്തൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് അല്ലാത്ത പോർഷൻ 2 ലക്ഷം ഒന്നും അല്ല, 5000 പേര് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ദുൽഖർ സൽമാന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന, കയ്യെ പിടിച്ചേക്കുന്നുണ്ട്, മകന്റെ കയ്യെ പിടിക്കുന്നവർ. അപ്പൊ അത് യുവരാജ് ഗോകുലൊക്കെ വലിയ മോദിയുടെ പിടുത്തം ദുൽഖറിനെ കണ്ടോന്ന് പറഞ്ഞതൊക്കെ ഇതിനകത്ത് വരുന്നത്. അപ്പം ഇത് അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന് താഴെ വരുന്നത് ഇദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ ഉണ്ടല്ലോ, ഫാൻസും ഒക്കെ, സാധാരണ താഴെ വരുന്ന കമന്റുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അയ്യോ മമ്മൂട്ടി അല്ലെങ്കിൽ മോദിയുടെ കൂടെ പോകാമായിരുന്നു, മറ്റാണ് നെഗറ്റീവ്സ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചാണകത്തിൽ ചവിട്ടി ഇയാൾ പോയി, ഇതുവരെ ഇയാളെ എങ്ങനെ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഒരു കമന്റും പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് മമ്മൂട്ടി പോയതിന് എതിരായിട്ട് പറയുന്ന ഒരവസ്ഥ ആരെയും കണ്ടിട്ടില്ല. അത് ഞാനീ പറഞ്ഞത് മമ്മൂട്ടിക്ക് കൊടുത്ത ഒരു വില, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് അയാളുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയത്. കാരണം ഇത്രയും പേര് വന്നിട്ടു, പലരും അവിടുന്ന് പുരസ്കാരം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഒരാളുടെ ഫോട്ടോ പോലും അദ്ദേഹം പേഴ്സണലി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലോ അദ്ദേഹത്തിന്റെ ഇതുപോലെ ഓൺലൈൻ മീഡിയാസിലോ ഇടാൻ തയ്യാറായിട്ടില്ലല്ലോ. ഈ മനുഷ്യന്റെ മാത്രമല്ല ഇട്ടിട്ടുള്ളൂ. അപ്പം ഇന്ത്യയിലുടനീളം മറ്റു പല കലാകാരന്മാരും അല്ലെങ്കിൽ മറ്റു പലരും ഒക്കെ ഉള്ളപ്പോൾ ഇദ്ദേഹത്തെ പരിഗണിച്ച ഒരു രീതി, അല്ലെങ്കിൽ അത് വലിയ വലിപ്പത്തിൽ തന്നെയാണ്. അപ്പം അല്ലെങ്കിൽ അത്തരത്തിലാണ് നമുക്ക് ഒരുപക്ഷെ മമ്മൂട്ടി പറയുന്ന അല്ലെങ്കിൽ കേരളത്തിന് ഒരു വലിയ അഭിമാനമാണ്. അപ്പം അതെ. അപ്പം വേണമെങ്കിൽ ഇപ്പം വാർത്ത വരാം, ദുൽഖർ സൽമാനെ ഇദ്ദേഹം തൂക്കിയെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം BJP ആയെന്നോ അല്ലെങ്കിൽ മറ്റു പലതും ആയെന്നോ ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറം ഈ ഏത് കാര്യത്തിനകത്തും വേണ്ട രീതിയിലൊക്കെയുള്ള ഇടപെടലും പരിഗണനയും അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അതിനകത്ത് അത് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മറ്റ് പലയിടത്തും മറ്റു പല ഭരണാധികാരികളും ഇടുന്നത് വ്യത്യസ്തമായിട്ട്, സാധാരണ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പം നമ്മൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഭരണാധികാരികൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ അവരല്ലാത്തടത്ത് അവരെ ഞെക്കിപ്പിടിക്കുന്ന ഒരവസ്ഥ. ഇദ്ദേഹം കയറി അന്ന് തൊട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വികസനം ഇന്ത്യയിൽ ഉടനീളം നടക്കണം. അതിന് താല്പര്യമുള്ള ഭരണാധികാരികൾ ഏത് സംസ്ഥാനത്തിരുന്നാലും ആ ഭരണാധികാരികളെ പ്രൊമോട്ട് ചെയ്തു പോകുന്ന ഒരവസ്ഥ. അത് രാഷ്ട്രീയപരമായിട്ട് എതിരായിരിക്കും ഒരുപക്ഷെ. അതിനുശേഷം ഈ പറയുന്നത് പോലെ രാഷ്ട്രീയപരമായിട്ട് അവരെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇലക്ഷൻ സമയത്ത് അദ്ദേഹം വേണ്ട അദ്ദേഹത്തിന്റെ ഐഡിയോളജി വെച്ച് അദ്ദേഹം പ്രവർത്തനം നടത്തും, അല്ലെങ്കിൽ ഇവരുടെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കും. പക്ഷേ ആ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹത്തിന് ചെന്നാൽ അത് വേണ്ട രീതിയിൽ കൊടുക്കും. അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തത്തിൽ ഡെവലപ്പ് ആവും. മനസ്സിലായില്ലേ? അയാൾക്ക് താല്പര്യങ്ങളൊന്നുമില്ല, ആ വിഷൻ ഉണ്ട്. ഇത് പുള്ളിക്ക് താല്പര്യമൊന്നുമില്ല, പുള്ളിക്ക് വീടില്ല, പുള്ളിക്ക് സമ്പാദ്യമില്ല, പുള്ളിക്ക് സ്വത്തില്ല, പുള്ളിക്ക് കിട്ടുന്നത് ഈ പറയുന്നത് പോലെ ശമ്പളം പോലും ബാക്കി വരുന്നത് ആതൊരു സേവനത്തിനും അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന പുരസ്കാരങ്ങൾ നമുക്കറിയാലോ, ഓരോ രാജ്യത്തും പോയി കിട്ടുന്ന പുരസ്കാരങ്ങൾ ഏതാണ്ട് ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല, ഒരു ആദ്യ കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം ഞാൻ പുള്ളിക്ക് കിട്ടിയ പുരസ്കാരം 100 കോടി രൂപയുടെ ആ പുള്ളി ലേലം ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഈ 100 കോടി രൂപ നമ്മുടെ ഖജനാവിലോട്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കെയർ എന്ന് പറയുന്നതിനകത്തോട്ട് മാറ്റിയിടുവോ? വേറെ ഏതെങ്കിലും ഭരണാധികാരികൾ എന്തെങ്കിലും കിട്ടിയാൽ വീട്ടിൽ കൊണ്ടുവന്ന മക്കൾക്കും കൊടുത്ത് പിള്ളേർക്കും കൊടുത്ത് കുടുംബക്കാരും കൊടുത്ത് വീട്ടിൽ വെച്ചേക്കുന്ന അവസ്ഥയിലേ ഉള്ളൂ. ഇതേ രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ലല്ലോ. അപ്പം അദ്ദേഹത്തിന് രാജ്യ പുരോഗതിയാണ് അത്. അതിൽ രാജ്യത്തിനകത്ത് ഏത് വ്യക്തിയായാലും ആ വ്യക്തിയുടെ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അയാൾ
കൊള്ളാവുന്നവനാണെങ്കിൽ അയാളെ ഏറ്റെടുക്കുന്ന ഭാരതീയൻ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് വളരെ ശരിയാ, വളരെ നമുക്ക് അംഗീകരിച്ച് കൊടുത്തേ മതിയാവും. ഏത് പാർട്ടിക്കാർക്കാണെങ്കിലും അതെ പരിഗണന അംഗീകരിച്ചു കൊടുത്തേ മതിയാവെന്ന് പറഞ്ഞാൽ ജൻസി കലാപം ഇന്ത്യ നടക്കാൻ പറ്റാത്ത എന്താ? ഇവിടുത്തെ ചെറുപ്പക്കാർ ഈ പറയുന്ന ഭാരത സംസ്കാരത്തെ ഏതാണ്ട് 65% വരുന്ന ചെറുപ്പക്കാർ ഏറ്റെടുത്ത് തുടങ്ങി. അതായത് ഇദ്ദേഹം കാണിക്കുന്ന ആ സംസ്കാരമാണ്. അപ്പം അതിന് മറികടക്കാൻ വേറെ എവിടുന്നും ആള് വന്നാൽ നടക്കത്തില്ല. ഇവരിറങ്ങി നിൽക്കുകയാണ്, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം. ആ രീതിയിലേക്ക് തലമുറ ചെറുപ്പക്കാരെ പോലും, ഇത് അമേരിക്കയുടെ റിപ്പോർട്ട് 6 മാസം മുമ്പ്, ചെറുപ്പക്കാരെ പോലും വാർത്തെടുക്കാൻ ഒരു ഭരണാധികാരി കഴിയുമെന്ന് കഴിഞ്ഞാൽ, അല്ലെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അഭിമാനം തന്നെ. അതൊരു വല്ലാത്ത ഇമേജ് അല്ലേ നമ്മൾ പറയാം, ഒരു വ്യക്തിയായി ചെയ്യുന്നത്. അപ്പം ആ രീതിയിലൊക്കെ അപ്പം ഇത് ഒരു വല്ലാത്ത കാര്യമാണ്. മമ്മൂട്ടിക്ക് വലിയൊരു അംഗീകാരം കേരള എന്നുള്ള രീതി നമുക്കും അതൊരു അഭിമാനമാണ്. ഏതായാലും മമ്മൂട്ടി ചാണകത്തിൽ ചവിട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.